കണ്ണടച്ച് കരഞ്ഞുകൊണ്ടൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെയുള്ള നെഗറ്റീവ് എനർജിക്കാണ് കിട്ടും. അത് കൂടുതൽ ദുരിതം ഉണ്ടാക്കും. അതാണ് ഈ അമ്പലത്തിൽ പോയിരുന്ന പലർക്കും ദുരിതം കൂടി വരും. ജപിക്കുമ്പോൾ സ്നേഹം ഭക്തിയും കൊണ്ടൊന്ന് ജപിക്കണം. അപ്പോൾ ഈ കുണ്ടലിന് റൈസ് ചെയ്യുന്നത് ദേവിക്ക് കിട്ടും. അപ്പോൾ ഇത് റിയാലിറ്റി അല്ലേ? നെഗറ്റീവ് ആണെങ്കിൽ ഇതും റിയാലിറ്റിയാണ്. അതെ, വസ്തുനിഷ്ഠമായ അല്ലെങ്കിൽ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളാണ് നമ്മുടെ റിയാലിറ്റി ആയിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഈ ശരീരം നഷ്ടപ്പെട്ട മൈൻഡുകൾ നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അങ്ങേ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അങ്ങയുടെ ബോഡി എനിക്ക് ഇഷ്ടമുള്ളോട്ട് ഉപയോഗിക്കും. പാർവതി തൊണ്ടയെ പിടിച്ചു. അപ്പോൾ ശിവശക്തി ശ്രീവിദ്യ പ്രോപ്പറായിട്ടുള്ള ശിവൻ്റെ മുകളിലിരിക്കുന്ന ദേവിയാണ് ശ്രീവിദ്യ എന്ന്. കൃത്യമായ രീതിയിൽ ഉപാസിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് റിലാക്സ് വരുമ്പോൾ സുഷുമ്നെ കൂടെ സഹസ്രാരത്തിലേക്ക് റൈസ് ചെയ്യാൻ തുടങ്ങും. അതിനുള്ള കുറേ ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ സുഷുമ്നെ കൂടെ റൈസ് ചെയ്യും. ആ ടെക്നിക്സിൽ ഒന്നാണ് ഈ ബാധ ഒഴിപ്പിക്കാനുള്ള ശക്തി. ഈ ബാധ പിടിച്ചിട്ടാണ് ഈ കുണ്ടലിന് ഇടവെങ്കളെ കൂടെ അസുരന്മാരുടെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അത് ദേവിയിലേക്ക് കണക്ട് ചെയ്തിട്ട് നിവേദ്യം കൊടുക്കുമ്പോൾ പ്രാണായ സ്വഹ, അപാനായ സ്വഹ, വേനായ ബുധനായ സമാനായ സ്വഹ എന്ന് പറയുന്നത്. പായസ സ്വഹ, പാൽപായ സ്വഹ എന്നല്ല. ദേവതകൾ കഴിക്കുന്ന പ്രാണനാണ്. നമ്മുടെ പ്രാണനെ നല്ല ദേവതയ്ക്ക് എത്തി അവർ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിട്ട് തിരിച്ചു തരും. 10 കൊടുത്താലേ 100 തരാൻ പറ്റത്തുള്ളൂ. ഇത് അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അമ്പലത്തിൽ പോയി കരഞ്ഞുകൊണ്ടും കണ്ണടച്ച് കരഞ്ഞുകൊണ്ടൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെയുള്ള നെഗറ്റീവ് എനർജിക്കാണ് കിട്ടും. അത് കൂടുതൽ ദുരിതം ഉണ്ടാക്കും. അതാണ് ഈ അമ്പലത്തിൽ പോയിരുന്ന പലർക്കും ദുരിതം കൂടി വരുന്നു. ചിലരുടെ മാറുന്നു. എന്താ, ആർക്കാണ് ഇത് മാറുന്നത്? ആർക്കാണിത്? അപ്പോൾ അമ്പലത്തിൽ പോയി കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുരിതം കൂടത്തേ ഉള്ളൂ. കൂടുതൽ ദുരിതം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല. കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രശ്നമാണ്. കരഞ്ഞോണം. കരഞ്ഞ് വിഷമമൊക്കെ ദേവിയോട് പറഞ്ഞ് കളയണം. എന്നിട്ട് ജപിക്കുമ്പോൾ സ്നേഹം ഭക്തിയും കൊണ്ടൊന്ന് ജപിക്കണം. അപ്പോൾ ഈ കുണ്ടലിന് റൈസ് ചെയ്യുന്നത് ദേവിക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഇത് ബാധയ്ക്ക് പോകുമെന്നാണ് ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞത് കേട്ടോ. പ്രൂവ് ചെയ്യാനും പറ്റത്തില്ല. എൻ്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞാൽ ശരിയാകാൻ തെറ്റാ. അപ്പം ഇത് കൃത്യമായ ദേവതയ്ക്ക് കിട്ടും എന്ന് ഉറപ്പുവരുത്തി ചെയ്യുമ്പോൾ അവരിലേക്ക് അത് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആ നല്ല ദേവതയ്ക്ക് കിട്ടുമ്പോൾ അവിടെ പോയി സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ നല്ല ദേവതയ്ക്ക് കിട്ടുമ്പോൾ ആ ദേവത അത് ഇരട്ടിയാക്കി നമുക്ക് തരും. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും. നെഗറ്റീവ് ദേവതയ്ക്കാണ് കിട്ടുന്നത്, അവർ അത് ദുരിതങ്ങൾ ഇരട്ടിയാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല ദേവതയ്ക്ക് കിട്ടുമ്പോൾ അത് സ്വാഭാവികമായിട്ടും സുഷുമ്നയെ കൂടെ റൈസ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ലക്ഷ്മി ദേവി വരും. അതായത് ആളിന് പൈസ കിട്ടാൻ തുടങ്ങും. കരിയർ പ്രശ്നങ്ങളൊക്കെ മാറി പൈസ കിട്ടുന്നു. കൽപ്പതാരു ഇഷ്ടമുള്ള കൽപ്പവൃക്ഷം വരും. ഇഷ്ടമുള്ള സംഭവങ്ങൾ കിട്ടും. ആഗ്രഹമുള്ളതൊക്കെ കിട്ടും. പറയുന്നത് കിട്ടും. ഇങ്ങനെ വന്ന് ലാസ്റ്റിൽ അമൃതം വരും. യോഗാമൃതം. അതൊരു ലിക്വിഡാണ്, സഹസ്രാരത്തിൽ നിന്ന് വരുന്നത്. അതാണ് ഗരുഡൻ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നത്. അവിടെ നമുക്ക് ഈഗോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ബാധിക്കും. ഞാൻ വലിയ ആളാന്നൊക്കെ തോന്നി നമ്മൾ അവനിട്ട് 2 ആഭിചാരം ചെയ്യാനൊക്കെ തോന്നുന്നത് നമ്മൾ ആഗ്രഹിക്കാൻ നടക്കുമല്ലോ. നമ്മളെ എന്നെ കളിയാക്കാൻ അവനായോ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് അസുരന്മാരെടുത്തോണ്ട് പോകുന്ന എഫക്റ്റാണ്. ദുരിതങ്ങൾ പിന്നെയും വരും, പ്രശ്നങ്ങളാകും. അപ്പോൾ വീണ്ടും ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ മോഹിനി രൂപത്തിൽ വന്ന് വിഷ്ണു ദേവി രൂപത്തിൽ വന്ന്, അതായത് വിഷ്ണു പ്രസൻറ്റ് എനർജിയാണ് വിഷ്ണു എന്ന് പറയുന്നത്. പാസ്റ്റ് എനർജിയാണ് ബ്രഹ്മാവ്. ഫ്യൂച്ചർ എനർജിയാണ് ശിവൻ. പ്രസൻറ്റ് എനർജിയായ വിഷ്ണു രൂപത്തിൽ ദേവി പ്രവർത്തിച്ച് ഈ അസുരന്മാരുടെ അടുക്കുന്ന സമാധിക്കുള്ള അമൃതം കൊണ്ടുതരും. സമാധിയിലേക്ക് പോകാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ. ഇതാണ് മറ്റുള്ള ആളുകളൊക്കെ യുക്തിവാദികളൊക്കെ കളിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആമ വെച്ചിട്ട് എന്തൊക്കെയാ അല്ലേ, കടലിൽ പാൽക്കടൽ, എത്ര വൃത്തികേടാത്. എന്നിട്ട് ദേവന്മാർ അസുരന്മാർ ഇതൊക്കെ ഇപ്പോൾ ഉണ്ടോ? അങ്ങനെ ഇപ്പോഴും ഇതെല്ലാം ഉണ്ട്. സൂക്ഷ്മതലത്തിൽ ക്വാണ്ടം ലെവലിലാണുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ലെവൽ, നമ്മുടെ എനർജി ലെവലിൽ, നമ്മുടെ ഈ അനുഭവങ്ങളുടെ ലെവലിലാണെന്നുള്ളത്. ഇവർക്ക് കിട്ടുന്നത് ഒരു യഥാർത്ഥ അനുഭവമാണോ അതോ ഹാലൂസിനേഷൻ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അവരുടെ റിസൾട്ട് കൊണ്ട്. ഞാൻ അവിടെ ഇരിക്കുന്നു, ഞാൻ അങ്ങ് ഇവിടെ ഇരിക്കുന്നു, അങ്ങ് ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നതും ചിന്തിക്കുകയും കൊണ്ട് അങ്ങേക്കും ബാക്കിയുള്ള എല്ലാവർക്കും ഗുണം മാത്രമേ ഉള്ളൂ. അങ്ങ് പക്ഷേ ഹാലൂസിനേറ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. ഞാൻ ഒരു ഹാലൂസിനേഷനും ഇല്ലാത്ത ആളാണ്. ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്കും മറ്റുള്ളവർക്കും ദുരിതം മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങളുടെ ഹാലൂസിനേഷൻ നിങ്ങൾ എന്ത് വിളിക്കും? റിയാലിറ്റി അല്ലേ? അപ്പോൾ ഏതാണ്? അപ്പോൾ ഇത് റിയാലിറ്റി അല്ലേ?
നെഗറ്റീവ് ആണെങ്കിൽ ഇതും റിയാലിറ്റിയാണ്. അതെ. അപ്പോൾ ഏതാണ് ഹാലൂസിനേഷൻ, ഏതാണ് റിയാലിറ്റി എന്ന് എങ്ങനെ അറിയും നമ്മൾ? ശരി. അപ്പോൾ ഞാൻ പറയുകയാണ്, ആയുർവേദം എല്ലാം ഫേക്കാണ്, മോഡേൺ മെഡിസിൻ മാത്രമാണ് ശാസ്ത്രീയം. അത് ആയുർവേദത്തിൽ എന്തെല്ലാം ടൈപ്പ് നല്ല നല്ല മരുന്നുകളുണ്ട്. അത് കഴിച്ച് എത്ര പേരുടെ ഇതിന് മാറ്റാൻ പറ്റാത്ത, മോഡേൺ മെഡിസിന് മാറ്റാൻ പറ്റാത്ത എന്തെല്ലോ പ്രശ്നങ്ങൾ ആയുർവേദം മാറ്റുന്നുണ്ട്. ഞാൻ പറയുക, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ പ്രസ്താവന കൊണ്ട്, ബോധമുണ്ടെന്ന് വിശ്വസിക്കുന്ന എൻ്റെ പ്രസ്താവന കൊണ്ട് ഇതുകൊണ്ട് കിട്ടേണ്ട ഗുണം കിട്ടേണ്ട ആളുകൾക്ക് കിട്ടാതെ വരുന്നു. മോഡേൺ മെഡിസിൻ എല്ലാം മാറ്റുമെന്ന് ഞാൻ പറയുന്നു. നീ മോഡേൺ മെഡിസിൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും അവിടെ ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ട്. അപ്പം ശരിക്കും ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് പുറത്ത് നിൽക്കുന്നവരാണ്. ഇതെപ്പോഴും ആലോചിച്ചു. നമ്മൾ കാണുന്ന മാനസിക രോഗിയായിട്ടുള്ള ആൾ വിചാരിക്കുന്നത് അത് റിയലാണെന്നാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. അപ്പം ശരിക്കും നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് വ്യക്തിനിഷ്ഠവും വസ്തുനിഷ്ഠവുമായ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്ന് ഞാൻ പറഞ്ഞ സംഗതികളുണ്ട്. വസ്തുനിഷ്ഠമായ അല്ലെങ്കിൽ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളാണ് നമ്മുടെ റിയാലിറ്റി ആയിട്ട് നമുക്ക് അന്നേരം ഫീൽ ചെയ്യുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട റിയാലിറ്റിയിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് പ്രാക്ടിക്കൽ. ആ കൂടുതൽ മെച്ചപ്പെട്ട റിയാലിറ്റി ചില സമയത്ത് നമ്മുടെ ഹാലൂസിനേഷനെ ഡെവലപ്പ് ചെയ്യുന്നതും ചില സമയത്ത് നമ്മുടെ ഹാലൂസിനേഷനെ ഇല്ലാതാക്കുന്നതുമാണ്. എനിക്കൊരു ദേവത എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഹാലൂസിനേഷനാണെന്ന് പറഞ്ഞാലും എൻ്റെ അനുഭവമാണതെങ്കിൽ ആ അനുഭവം എനിക്കും നിങ്ങൾക്കും ഗുണമാണ് തരുന്നതെങ്കിൽ ഞാൻ അതിനെ ഡെവലപ്പ് ചെയ്യുന്ന, ആ ഹാലൂസിനേഷനെ ഡെവലപ്പ് ചെയ്യുന്നതാണ് നല്ലത്. നേരെ മറിച്ച് എനിക്ക് വളരെ ഇതുണ്ട്, വളരെ ശാസ്ത്രീയമായി സംസാരിക്കുന്നു എന്ന് ശാസ്ത്രീയമായി വിഡ്ഢിത്തരം പറയുന്ന ആളുകളുണ്ട്. വളരെ ശാസ്ത്രീയമായി യൂട്യൂബിലൊക്കെ വന്നിരുന്ന് വലിയ വിഡ്ഢിത്തരം പറയുന്നവരുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ ഇത് ശരിയാന്ന് തോന്നും 100%. അപ്പോൾ അങ്ങനെ വിഡ്ഢിത്തരം പറയുന്ന ഒരാളാണ് ഞാനെങ്കിൽ അല്ലേ, ആ ഞാൻ നിങ്ങൾക്ക് കിട്ടേണ്ട സൗഖ്യങ്ങളെ ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അങ്ങനെ പറയുന്ന ആളല്ലേ ഹാലൂസിനേഷനുള്ളത്. അതിനെയല്ലേ ഹാലൂസിനേഷൻ എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ ഏതാണ് റിയാലിറ്റി എന്ന് നമുക്ക് അറിയാത്തൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ റിയാലിറ്റി അനുഭവം കൊണ്ടാണേ. ഇപ്പോൾ ഞാൻ കാണുന്നത് മാത്രമാണ് എൻ്റെ അനുഭവം കൊണ്ടാണ് റിയാലിറ്റി. അനുഭവം കൊണ്ടാണ് നമ്മൾ റിയാലിറ്റി വെക്കേണ്ടത്. റിസൾട്ട് കൊണ്ടാണ് റിയാലിറ്റി റിസൾട്ട് കൊണ്ടാണ് നമ്മൾ റിയൽ ആണോ അല്ലയോ എന്ന് നോക്കേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഗുണമാണുള്ളതെങ്കിൽ അത് ഹാലൂസിനേഷനാൽ ഇപ്പോൾ ചില ആദിവാസികളുടെ ഇടയിലൊക്കെ അല്ലെങ്കിൽ ചില ആൾക്കാരുടെയൊക്കെ ചേർന്നാൽ ചില അസുഖങ്ങൾക്ക് പരിഹാരമുണ്ട്. അവരവരുടെ ഉപാസന ദേവത വിളിക്കുന്ന അവരുടെ ഭാഷയിൽ ദ്രാവിഡമായ മന്ത്രമായിരിക്കും, ഭയങ്കര പവർഫുള്ളായിരിക്കും. ആ മന്ത്രം അങ്ങോട്ട് ജപിച്ചിട്ട്, മന്ത്രം ഏത് ഭാഷ എന്നുള്ള വിഷയമല്ല, സംസ്കൃതം തന്നെ വേണമെന്നില്ല, ഏത് ഭാഷയിൽ ആ ദേവതയെ അയാൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സിസ്റ്റം. ഞാൻ മുമ്പേ പറഞ്ഞോട്ട് ആ ദേവത കൊണ്ട് അസുഖം മാറും. അത് ചിലപ്പം വേറെ ആര് വന്ന് എന്ത് മന്ത്രവാദം ചെയ്താലും കാര്യമില്ല. ഈ ആൾ വിചാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നം മാറും. അപ്പോൾ അയാളുടെ ഹാലൂസിനേഷനാണ്. ആ ഹാലൂസിനേഷൻ അങ്ങേയുടെ അസുഖം മാറ്റി, വർഷങ്ങളായിട്ടുള്ള അസുഖം മാറ്റിയെങ്കിൽ അതിനെ എന്ത് വിളിക്കണം? ഇതാണ് എൻ്റെ ചോദ്യം. സിമ്പിളാണ്. ഒരു ശക്തിയുണ്ട്. അല്ല, അതിനെ എന്ത് വിളിക്കണം? ഹാലൂസിനേഷൻ എന്ന് വിളിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ സയൻറ്റിഫിക് ക്രൈറ്റീരിയയിൽ വരില്ല, അനുഭവങ്ങളിലാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള പരിഹാരം ഇതേ ഉള്ളൂ. നമ്മൾ റിസർച്ച് മെത്തഡോളജി വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ നടക്കുന്നതിന് പകരം അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞ് വ്യക്തിപരമായ അനുഭവങ്ങളെല്ലാം ശരിയാണെന്നല്ല. ഇപ്പം മാനസിക രോഗി വിചാരിക്കുന്ന അയാളുടെ ഹാലൂസിനേഷൻ റിയലാണ്, അയാൾ ബാക്കിയുള്ളവർക്കും ഇവർക്കും ദുരിതം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രശ്നമുള്ളതാണ്. ഈ പ്രേതബാധകളിലേക്ക് വരുമ്പോഴാണ് ഈ ഹാലൂസിനേഷൻ ഏറ്റവും കൂടുതലും വർക്കൗട്ടായിട്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും കഥകളിലൂടെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ബാധകൾ യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് അങ്ങ് തന്നെ പറഞ്ഞു. ഉണ്ട്, ബാധിക്കപ്പെടുന്നതാണ് ബാധകൾ. 100%. അപ്പോൾ എങ്ങനെയാണ് ഈ ബാധകൾ നമ്മളെ ഹാലൂസിനേറ്റ് ചെയ്യുന്നത്? നമ്മുടെ മൈൻഡിലുള്ള നെഗറ്റീവ് ചിന്തകളെ, ഇമേജറിയെ ഒക്കെ ഇത് റൈസ് ചെയ്യിക്കും, ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്. അപ്പം ഈ ശരീരം നഷ്ടപ്പെട്ട മൈൻഡുകളുണ്ട്. അതിന് പ്രേതമെന്ന് വിളിക്കാവോ എന്ന് എനിക്കറിയില്ല. പ്രേതം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന സാരി എടുത്ത് ചോര കുടിക്കുന്ന പ്രേതമൊക്കെ ആൾക്കാരുടെ മൈൻഡിൽ വരും. അതൊക്കെ തോന്നല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അന്ധവിശ്വാസം.
പക്ഷേ ഈ ശരീരം നഷ്ടപ്പെട്ട മൈൻഡുകളുണ്ട്. കാരണം അത് മിക്കവാറും ബോഡിയിൽ വന്ന് സംസാരിക്കും നമ്മളിത് ഒഴിപ്പിക്കുമ്പോൾ. എനർജികൾ. അപ്പോൾ ഇവർക്ക് അറിയാത്ത ഡേറ്റ എല്ലാം പറയും. ഇവരൊരു വിധത്തിൽ അറിയാൻ വയ്യാത്ത കറക്റ്റായിട്ടുള്ള പണ്ടത്തെ ഡേറ്റയൊക്കെ പറയും. അപ്പം ശരീരത്ത് വന്നപ്പോഴത്തേക്കും ഒരാൾ പറഞ്ഞു, മോളെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ 450 രൂപ അവൻ തരാനുണ്ട്, അവൻ്റെ കയ്യിൽ പോയി വാങ്ങിച്ചോണം. ഈ മോളിൽ നിന്ന് അവിടെ ചെന്ന് പറഞ്ഞു, അച്ഛനിങ്ങനെ ശരീരത്ത് വന്നായിരുന്നു ഒരാളുടെ 450 രൂപ തരാനുണ്ടെന്ന് പറഞ്ഞു അങ്കിൾ. പുള്ളി ഒന്നും മിണ്ടാതെ പോയിട്ട് തന്നെ കൊടുത്തു. പേടിയായി. ശരിയായിരുന്നു. ഇതൊക്കെ എങ്ങനെ പറയുന്നു? കേരള പോലീസ് കേസ് തെളിയിച്ച ചരിത്രമുണ്ടെന്ന് അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞു എന്ന് പറയുന്ന കൂട്ടുള്ള കുറേ, ഞാൻ എൻ്റെ വീഡിയോസിൽ തന്നെ എൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ. അതിനകത്ത് തന്നെ ഇങ്ങനെ കുറേ തെളിവുകളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഇവർക്ക് അറിയാത്ത കാര്യമൊക്കെ പറയും കറക്റ്റായിട്ട്. പിന്നെ ഇത് ചോദിക്കുമ്പോൾ ഈ സ്പെന്നെ ഒരിക്കലും അറിയാൻ വയ്യാത്ത കാര്യമാണ്, അയാൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ശരീരം നഷ്ടപ്പെട്ട മൈൻഡുകളുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ശരീരം നഷ്ടപ്പെട്ട മൈൻഡുകൾ നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അങ്ങേ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അങ്ങയുടെ ബോഡി എനിക്ക് ഇഷ്ടമുള്ളോട്ട് ഉപയോഗിക്കും. ഇതുപോലെ ഹിപ്നോട്ടൈസ് ചെയ്യുക, ഹാഫ് പൊസഷൻ, ഫുൾ പൊസഷൻ, കാൽ ഭാഗം പൊസഷനൊക്കെ ഉണ്ട്. അവന് ദേഷ്യം വന്നാൽ കണ്ണ് കാണത്തില്ല എന്ന് പറയത്തില്ല. അത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആയിരിക്കും അവർക്ക് ബോധം വരുന്നത്, എന്തോ ഞാൻ ചെയ്ത്. ഇതെല്ലാം ഈ പൊസഷനാണ്, സൈക്കോളജിക്കൽ പൊസഷൻ എന്ന് പറയും സൈക്കോളജിയുടെ ഭാഷ. അപ്പോൾ ഈ സാധനമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാവാതിരിക്കാണ് ദേവതയെ നമ്മൾ പ്രൊസസ് ചെയ്യിക്കുന്നത്. നിർബന്ധിച്ചൊരു ദേവതയെ പ്രൊസസ് ചെയ്യിക്കുകയാണ് ഉപാസന എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവിടെയാണ്, അതൊരു പ്രോസസ്സാണ്, അതൊരു ക്ഷമ വേണം. അല്ലെങ്കിൽ അത് ആ പറയുന്ന കൂട്ട് അത് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടാവണം. അപ്പോഴേ അത് വർക്കൗട്ട് ആവും. അപ്പോൾ അത് വർക്കൗട്ട് ആവും. അപ്പോൾ ഇത് നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് നമ്മൾ പ്രൊസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിനകത്തുള്ള, അല്ലെങ്കിൽ ബ്രെയിനിനകത്തെന്ന് പറയാൻ പറ്റത്തില്ല, ചിന്തകളുടെ ഡീറ്റെയിൽസ് അതിന് കിട്ടും. കുറേ ഡീറ്റെയിൽസ്, കുറേ ഭാഗം കിട്ടത്തില്ല, കുറേ സംഭവങ്ങൾ കിട്ടുമ്പോൾ അതിനകത്ത് നിന്ന് ഡേറ്റ എടുത്തിട്ട് ഇത് പ്രോസസ്സ് ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള ഫിയർഫുൾ ആയിട്ടുള്ള മെമ്മറികളൊക്കെ ഇതിന് റൈസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഈ വ്യക്തി ആ ഫിയർഫുൾ ആയിട്ടുള്ള മെമ്മറി ഇത് റൈസ് ചെയ്യിക്കുന്നതിലുപരി ഇത് അങ്ങനെയുള്ള കെമിക്കൽസ് ഉണ്ടാക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഡേറ്റ ഇങ്ങനെ ബ്രെയിനിൽ, ഞാൻ പറഞ്ഞില്ലേ വഴക്കിടുമ്പം പോസിറ്റീവ് ഒന്നും കാണാൻ പറ്റത്തില്ല, നെഗറ്റീവ് എല്ലാം ഇങ്ങനെ വരുമെന്ന്. ആ വഴക്കിടുന്ന ബ്രെയിൻ കെമിക്കൽസ് വരുമ്പോൾ അഡ്രിനാലിൻ കോർട്ടിസോളൊക്കെ വരുമ്പോഴാണ് നെഗറ്റീവ് ഓർമ്മകൾ നിങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ എനിക്ക് നെഗറ്റീവ് ഓർമ്മകൾ വരും. ആ ഏരിയ സ്റ്റിമുലേറ്റ് ആവും. ഈ കാര്യമാണ് ഒരു ബാധയും ചെയ്യുന്നത്. അപ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻ, ചിന്തകൾ കണ്ടിന്യൂസ് വരുമ്പോൾ, ഇമോഷൻ വരുമ്പോൾ, ആ കെമിക്കൽ വരുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക്. എൻ്റെ ബിഹേവിയറിനെ ബാധിക്കും അത്. എൻ്റെ ബിഹേവിയറിന് അത് ആർക്കിടൈപ്സാണ് ബിഹേവിയറിനെ കൊണ്ടുവരുന്നത്. സൈക്കോളജി ആർക്കിടൈപ്പ് എന്ന് അതിന് പറയാം. ഒരു പട്ടി കുറച്ചുകൊണ്ടിരിക്കുക, ചിലക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, എപ്പോഴും പട്ടി കുടിച്ചിട്ടുണ്ട്, എന്നാൽ അറിവും കാര്യമൊക്കെ ഉണ്ട്, കെട്ടിയിട്ടേക്കുക. പക്ഷെ സ്റ്റക്കായി പോകുന്ന ആ ബിഹേവിയറിനെ ആർക്കിടൈപ്പ്, ആ പട്ടിയുടെ ആർക്കിടൈപ്പ് നെഗറ്റീവായിട്ട് കിടക്കുക, ഓടിച്ചിട്ട് കടിച്ചിട്ടുണ്ട്. മറ്റേ ആളുടെ വീട്ടിൽ പട്ടി സ്നേഹിക്കുന്ന പട്ടിയാണ്, അയാൾ മുന്നോട്ട് കയറി വരും. സെയിം സ്റ്റിമുലസ് ആൻഡ് ഡിഫറെൻറ്റ് റെസ്പോൺസ് എന്ന് പറയും. ഒരു സ്റ്റിമുലസ് ആണ്, പക്ഷേ ഡിഫറെൻറ്റ് റെസ്പോൺസാണ്. അപ്പോൾ ആ ബിഹേവിയർ മാറുന്നത് എങ്ങനെ? 10 പേർക്ക് 10 ബിഹേവിയർ ഒരേ സിറ്റുവേഷനിൽ, ആർക്കിടൈപ്പ് അനുസരിച്ചിട്ടാണ്. നമ്മുടെ ബിഹേവിയറിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആർക്കിടൈപ്സാണ്. ഈ ആർക്കിടൈപ്സ് കാണാൻ പറ്റാത്തതുകൊണ്ട് അതിനെയാണ് ദേവതകളെന്നും ബാധകളെന്നും പറയുന്നത്. എത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോഴും, ഇപ്പോൾ അങ്ങ് ഇത് ഒരുപാട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്, ഇത് ഒരുപാട് ആളുകളെ ഒഴിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ എത്രയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോഴും എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള എനർജികൾ അങ്ങേ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ 3-4 ദിവസം ആശുപത്രി കിടന്നിട്ടുണ്ട് സീരിയസ് ആയിട്ട്. എങ്ങനെയായിരുന്നു അത്? ഞാൻ ഒരു സംഭവം ഇവിടെ വന്ന് നമ്മളെ ഇത് ബാധിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് നമ്മളിവിടെ വന്നാൽ ഒരു കാല് വേദനയായിട്ട് ഒരാൾ വന്നു. അപ്പോൾ അത് നമ്മളത് മാറ്റിയപ്പോൾ നമുക്ക് അഹങ്കാരം വരുമ്പോഴാണ് നമ്മളിത് ബാധിക്കണം. നമ്മളൊരു സംഭവമാണെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഈ ദേവതയായിരിക്കും ഇത് നമ്മൾ മാറ്റുന്നത് ശരിക്കും എപ്പോഴും. പക്ഷെ നമുക്ക് കുറച്ച് മാറ്റി കഴിയുമ്പോൾ നമുക്കൊരു തോന്നും, ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നും. എനിക്ക് ആരെ വേണമെങ്കിലും. ഈ കോൺഫിഡൻസും അഹങ്കാരവും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. ഒരു പോയിന്റ് കോൺഫിഡൻസ് കൂടി അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മാറിപ്പോയി, ചിലപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. മനസ്സിലാവുന്നു. ഇപ്പം നിങ്ങൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നു, ഞാൻ സംസാരിക്കുന്ന സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലല്ലോ. അപ്പം ഞാൻ വളരെ കാര്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ സംസാരിക്കും. ഒരു കട്ട ഇത് പോയിന്റ് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് എനിക്കെല്ലാം അറിയാം. അപ്പം ഞാൻ വേറൊരു സബ്ജക്റ്റിനെ കുറിച്ച്, നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാവുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചായിരിക്കും ഞാൻ അടുത്ത പറയുന്നത്.
അപ്പം നിങ്ങൾ അതേ കയറി പിടിച്ചിട്ടോ നിങ്ങൾ എൻ്റെയൊക്കെ പറയുമ്പോൾ ഞാൻ പട്ടടിച്ചു പോകും, ഉം. പാടെല്ലാം താഴെ പോകും. കാര്യം എന്താ? കോൺഫിഡൻസ് ഒരു സെക്കൻഡിൽ അഹങ്കാരമായിട്ട് മാറി. ഉം. അപ്പോൾ നിങ്ങൾക്കൊന്നും അറിയത്തില്ല ഞാൻ എന്തോ സംഭവം. ഈ സാധനം മനുഷ്യർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലരൊക്കെ ചില കാര്യം സിമ്പിളായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളത് പഠിച്ചു. ഉം. പിന്നെ നമ്മൾ അങ്ങനെ മറ്റുള്ളവരൊക്കെ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ അവരെന്തെങ്കിലും തിരിച്ചു ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, എടാ പെട്ടല്ല അല്ലേ. ഇതിനെ ഒരു എന്താ ഡീപ്പ് ഫാലസി അങ്ങനെ സൈക്കോളജിയിൽ ഒരു വേർഡുണ്ടായിരുന്നു, ഉം. ഉം. ഞാൻ മറന്നുപോയി, പഠിച്ചിട്ടുള്ളതാണ് PG. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇപ്പം ഞാനിങ്ങനെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുമല്ലോ നമ്മൾ ഒരു സംഭവമാണ്.